കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ആദിവാസി ബാലൻ ഗോകുൽ മരിച്ച സംഭവത്തിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. സിസിടിവിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരിശോധിച്ചു. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് വി.കെ. മോഹനൻ പറഞ്ഞു. മരിച്ച ഗോകുലിന്റെ വീടും അദ്ദേഹം സന്ദർശിച്ചു. ഈ റിപ്പോർട്ടോടെ 9 PM പൂർണ്ണമാകുകയാണ്. ശേഷം ന്യൂസ് നെറ്റിൽ ഭദ്രാചന്ദ്രൻ ചേരും. ആദിവാസി യുവാവ് ഗോകുൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പരിശോധന നടത്തി. കേസിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് വി.കെ. മോഹനൻ സ്റ്റേഷനിലെത്തിയാണ് പരിശോധന നടത്തിയത്. എഫ്ഐആറും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങളും അദ്ദേഹം പരിശോധിച്ചു. സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായോ എന്ന് കണ്ടെത്തുന്നതിനാണ് പരിശോധനയെന്ന് ജസ്റ്റിസ് വി.കെ. മോഹനൻ പറഞ്ഞു. ജസ്റ്റ് ഒരു ഇൻസ്പെക്ഷൻ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് CCTV കണ്ടു, ഇവരടുത്ത് കാര്യങ്ങളുടെ ഇവരുമായിട്ടൊരു ഇൻട്രാക്ഷനൊക്കെ നടത്തി. അതാണ് സാർ. അപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് പരിശോധിച്ചിരുന്നു? അല്ല, അത് പരിശോധിച്ചു. പ്രാഥമിക റിപ്പോർട്ടും ചില FI സ്റ്റേറ്റ്മെൻറ്റും FIR എല്ലാം ഉണ്ട്, അത് നോക്കി. പ്രത്യേകിച്ച് ആക്ഷനൊന്നും എടുക്കാൻ നമ്മളിപ്പോൾ ആലോചിച്ചിട്ടില്ല. നമുക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ല, അതിനാൽ നടപടിയെടുക്കാനാകില്ല. കാണാനില്ലെന്ന പരാതിയിലാണ് ഗോകുലിനെ സ്റ്റേഷനിൽ എത്തിച്ചതെന്നും ലോക്കപ്പിൽ അടച്ചതായി കണ്ടെത്താനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേസിൽ കൽപ്പറ്റ JFCM കോടതിയുടെ മജിസ്റ്റീരിയൽ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. കാണാതായ ഗോകുലിനെയും സുഹൃത്തായ പെൺകുട്ടിയെയും തിങ്കളാഴ്ച രാത്രിയാണ് കോഴിക്കോട് നിന്ന് കൽപ്പറ്റ സ്റ്റേഷനിലെത്തിച്ചത്. രാവിലെ ശൗചാലയത്തിൽ പോയ ഗോകുൽ ധരിച്ചിരുന്ന ഷർട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.